30% ടാക്സ് അടയ്ക്കുന്ന ഒരാൾക്ക് 1,50,000 30% 45,000 രൂപ ടാക്സ് കുറയാണ്. ഇതിനു വേണ്ടി മാത്രമുള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ELSS എന്ന് പറഞ്ഞിട്ട്, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം, ELSS. ഇതാർക്കും അറിയില്ല. അങ്ങനെ ATCയിൽ പിന്നെ ഒരുപാട് വേറെ കുറെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്. 2025 ഓൾമോസ്റ്റ് തീരാറായി. എങ്ങനെ ഉണ്ടായിരുന്നു വർഷം? ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു? അച്ചീവ് ചെയ്തോ? പ്ലാനുകളൊക്കെ അച്ചീവ് ചെയ്തെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇനി അഥവാ ഇല്ല, കാവിലെ പാട്ട് മത്സരത്തിന് കാണാം, ലൈനാണ്, അങ്ങനെയാണ് 2026 പോകുന്നതെങ്കിൽ യു നീഡ് ടു റീതിങ്ക്. അങ്ങനെ റീതിങ്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലാണ് വേണ്ടതെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ഫോർ യു. കാരണം ഇന്ന് എൻ്റെ കൂടെ ആ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണുള്ളത്. ജിയോജിത് സ്റ്റെപ്സിന്റെ ഹെഡ് ജീവൻ കുമാർ സർ. സർ, വെൽക്കം. എന്താണ് പരിപാടി? ആദ്യം സാറിനോട് ചോദിക്കട്ടെ, ഹൗ വാസ് യുവർ 2025? ഇറ്റ് വാസ് ഗുഡ്. ഈ പറഞ്ഞ പോലെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതൊക്കെ അച്ചീവ് ചെയ്തോ? ഏതാണ്ടൊക്കെ. അതൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണോ ഹെൽപ്പ് ചെയ്ത്? ഫൈനാൻഷ്യൽ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് പോരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 2025 തീരാറായല്ലോ. ചിലപ്പോൾ നമ്മൾ ഇപ്പോഴായിരിക്കും ഫൈനാൻഷ്യൽ പ്ലാനിങ് റിലേറ്റഡ് കാര്യങ്ങൾ ആലോചിക്കുക. ഇപ്പോഴാണേലും ചെയ്താൽ മതിയോ? ഇനി കഷ്ടി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഇപ്പൊ ചെയ്താലും ഓക്കെ ആണ്. 2025 വർഷത്തിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്തിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് 2026 മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മൾ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ ആണ്. പക്ഷെ ഇപ്പോഴല്ലേ ആളുകൾ ടാക്സിന്റെ കാര്യങ്ങള്, ഈ വർഷം ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ അറ്റപ്പറ്റി ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ ആ സമയത്തുമ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അത് ഇപ്പൊ ടാക്സിന്റെ കാര്യം ചോദിച്ചാൽ കറക്റ്റ് ആണ്. ആളുകൾ എന്താ വെച്ചാൽ ജനുവരി ഫെബ്രുവരി മാർച്ചിലായിരിക്കും ടാക്സിന്റെ കട്ടിങ് വരുന്നത്. ഇപ്പൊ എന്റെ കുറെ സുഹൃത്തുക്കൾ പറയുന്നേക്കാം, അതായത് ആദ്യത്തെ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങിക്കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നന്നായിട്ട് ശമ്പളങ്ങളൊക്കെ വരും, ഫുൾ ശമ്പളം കിട്ടും. ലാസ്റ്റ് TDS എന്ന് പറഞ്ഞൊരു പരിപാടി കട്ട് ചെയ്യുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ചിൽ ചിലപ്പോൾ ശമ്പളം കാണില്ല. ഇൻ ദ സെൻസ് 50% 60% കട്ടാണ്. അതെന്താ വെച്ചാൽ മുൻകൂട്ടി നമ്മൾ അതൊന്ന് പ്ലാൻ ചെയ്യാണ്ടേ. ഒന്നുകിൽ അയാൾ വർക്ക് ചെയ്യുന്ന കമ്പനി ചിലപ്പോൾ ലാസ്റ്റ് 3 മാസം കൊണ്ടൊക്കെയായിരിക്കും പിടിക്കുന്നത്. ചില സ്ഥാപനങ്ങൾ തുടക്കം മുതലേ പിടിക്കും. അതായത് അഡ്വാൻസ് ആയിട്ട് TDS കട്ട് ചെയ്ത് പോകും. അങ്ങനെ അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലെ 3 മാസം ഭയങ്കര ടൈറ്റ് ആവും. അപ്പം ലോൺ മുടങ്ങും, ബാക്കിയുള്ള ചിലവുകൾ മുടങ്ങും, അങ്ങനത്തെ പോലെ പ്രശ്നങ്ങൾ. അപ്പം അതൊക്കെ ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതല്ല. ടാക്സിന്റെ കാര്യത്തിൽ വളരെ കറക്റ്റാണ്, പ്ലാനിങ് കറക്റ്റായിട്ട് ഉണ്ടായിട്ട്. അങ്ങനെ പ്ലാനിങ് കറക്റ്റ് ആക്കാൻ സാറിന്റെ വക കുറച്ച് ടിപ്പുകൾ പറയുകയാണെങ്കിൽ എന്താ പറയാ? അല്ല, എന്താ വെച്ചാൽ നമുക്ക് ടാക്സ് കുറയ്ക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പെർമിസിബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് നമ്മൾക്ക് തരുന്ന കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ അത് പലർക്കും അറിയില്ല. ആകെ അറിയുന്നത് എന്താണ്, ഹൗസിംഗ് ലോൺ എടുത്തു കഴിഞ്ഞാൽ ATCയിൽ ഒരു കിഴിവുണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് സെക്ഷൻ 24 പ്രകാരം കിഴിവുണ്ട്, ഇതൊക്കെ അറിയാം എന്നല്ലാതെ ATCയിൽ വേറെ പല കാര്യങ്ങളുണ്ട്, വേറെ കുറേ സെക്ഷൻസ് വേറെയുണ്ട്. ഇപ്പോൾ ATC എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം വരെ നമ്മളെ ടോട്ടൽ ടാക്സബിൾ എമൗണ്ടിൽ നിന്ന് 1.5 ലക്ഷം വരെ കിഴിവ് തരും. 1.5 ലക്ഷം കിഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ടാക്സ് അടയ്ക്കുന്ന ഒരാൾക്ക് 1.5 ലക്ഷത്തിന് 30% 45,000 രൂപ ടാക്സ് കുറയാണ്, അല്ലേ? അപ്പോൾ അത് മുഴുവനായിട്ട് അറിയുന്ന അത് ATCയിൽ ഏതൊക്കെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിനു വേണ്ടി മാത്രമുള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ELSS എന്ന് പറഞ്ഞിട്ട്, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം, ELSS. ഇതാർക്കും അറിയില്ല. അങ്ങനെ ATCയിൽ പിന്നെ ഒരുപാട് വേറെ കുറെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, NPSൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഹൗസിംഗ് ലോണിന്റെ ഒരു പാർട്ട് നമ്മൾക്ക് ഈ ഡിഡക്ഷന് കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ 5 ഇയർ ഡെപ്പോസിറ്റ്സ്, ബാങ്ക് FD, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 1.5 ലക്ഷം കുറയ്ക്കാന്ന് പറഞ്ഞാൽ 45,000 രൂപയാണ് 30% ടാക്സിൽ സ്ലാബിൽ വരുന്ന ആൾക്ക് കുറയുന്നത്. ഇനി ഇതൊന്നും ചിലപ്പോൾ ഇപ്പൊ ചില ആൾക്കാർ NPS ഓപ്റ്റ് ചെയ്യും, അറിയാലോ, നാഷണൽ പെൻഷൻ. ഈ NPS ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 1.5 ലക്ഷം വരെ കിഴിവുണ്ട്. ഇതല്ലാണ്ട് 80CCD പറഞ്ഞിട്ടൊരു 1B എന്ന് പറയും, അതാണ് സെക്ഷൻ 80CCD 1B എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ പ്രകാരം 50,000 അഡീഷണൽ ആയിട്ട്, അതായത് സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ NPSൽ നിക്ഷേപം അഡീഷണൽ 1.5 ലക്ഷത്തിന് പുറമെ ഒരു 50,000 അഡീഷണൽ ആയിട്ടുള്ള ഡിഡക്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളൊക്കെ പല കസ്റ്റമേഴ്സിന് അറിയണ്ടായിരുന്നില്ല. പുള്ളി 1.5 ലക്ഷത്തിലുള്ള കിഴിവെടുത്തു, 1.5 ലക്ഷം മാക്സിമം എടുത്തു കുറച്ചു. പക്ഷേ ബാക്കി 50,000 ഈ പറഞ്ഞ ATCCD 1Bയിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയണ്ടായില്ല. അപ്പം നമ്മൾ പറയുമ്പോഴാണ് അയ്യോ ഞാൻ ഇതുവരെ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മൾ എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 80G പ്രകാരം കിഴിവുണ്ട്, നമ്മളുടെ മെഡിക്കൽ ഇൻഷുറൻസിന് കിഴിവുണ്ട്. അപ്പം ഇതൊക്കെ അറിയുന്ന ആളുകൾക്ക് അറിയാം, അറിയാത്തവർക്ക് അറിയില്ല. അപ്പം ടാക്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് സെക്ഷൻ അനുവദിച്ച് തരുന്ന പെർമിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ ഉപയോഗിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇതൊക്കെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. ഇപ്പൊ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുമ്പോഴേ 2025 ഈ ഇയർ മാത്രം എടുക്കുകയാണെങ്കിൽ സാറിന്റെ എക്സ്പീരിയൻസിൽ സാറിന്റെ ക്ലയൻസിന്റെ കേസിൽ കണ്ടിട്ടുള്ള മണ്ടത്തരങ്ങൾ എന്തൊക്കെയാ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ അവര് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ? പലപ്പോഴും സംഭവിക്കുന്നത് ഇതിപ്പോൾ ടാക്സ് പ്ലാനിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് സംഭവിക്കുന്നത്, അറിയാഞ്ഞിട്ട്. അറിയാതെ വരുന്നത്. മറ്റേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ പ്രോക്കാസ്റ്റിനേഷൻ ഉണ്ട്, നീട്ടി വെക്കും. മനസ്സിലായില്ലേ? അതവിടെ നിൽക്കട്ടെ. പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ്, മുൻകൂട്ടി ചിന്തിക്കില്ല. ഇത് ലാസ്റ്റ് ഇത് തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും ലേറ്റ് ആയിപ്പോൾ. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് ഒരു കാര്യം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഇൻഫ്ലേഷൻ്റെ കുറേ എഫക്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ആ സമയത്ത് മെനക്കെടാതെ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവാണിത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ശരിക്കൊരു റൂളുണ്ട് മിഞ്ചു, അതായത് ഒരു നമ്മൾ പറയും ഗോൾഡൻ റൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻവെസ്റ്റ് ഏർലി, ഇൻവെസ്റ്റ് റെഗുലർലി, ഇൻവെസ്റ്റ് ഫോർ ലോങ് ടൈം എന്ന് പറയും. അതായത് നേരത്തെ തുടങ്ങുക, റെഗുലറായിട്ട് തുടങ്ങുക, റെഗുലറായിട്ട് കൊണ്ടുപോവുക. അതെ, ഫോർ ലോങ് ടൈം, അതായത് ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുക. അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റർ ഭയങ്കരമായിട്ട് വിജയിക്കുന്നതാണ് റൂള്. ശരിയാണത്. ഇപ്പോൾ SIP-യിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ആ റൂള് എഫക്റ്റീവ് തന്നെയാണ്, അല്ലെങ്കിൽ അതിന് വാലിഡ് ആണത്. പക്ഷേ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആളുകൾ തുടങ്ങുന്ന എപ്പോഴാണ്? ഒരു ഫാമിലിയൊക്കെ ആയി. ഐഡിയലി ഇപ്പോൾ ഒരു 25 വയസ്സുള്ള ഒരു യങ്സ്റ്റർ, അയാൾ ചിലപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് അന്നേരം അയാൾക്ക് ഒരു ഓപ്റ്റ് ചെയ്യണമെന്നില്ല. ഒരു പക്ഷേ അയാൾക്ക് റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ പറ്റിയിട്ട് അന്ന് ചിന്തിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ അയാൾക്ക് റിസ്ക് എടുത്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിച്ചു തുടങ്ങാം. പക്ഷേ അയാൾ കല്യാണമൊക്കെ കഴിഞ്ഞ് 1-2 കുഞ്ഞുങ്ങളൊക്കെയാണ് സമയത്തേക്കാണ്, അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യം എഡ്യൂക്കേഷനും കുട്ടികളുടെ അപ്പൊ ഐഡിയലി ഒരു 35 ഇയേഴ്സ് കഴിഞ്ഞ എല്ലാ ആൾക്കാരും ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻകം ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മളെ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കിട്ടുന്ന ശമ്പളം ഞാൻ കുറച്ച് സേവ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ചെലവുകൾ കണ്ടുപോകുന്നുണ്ട്, എനിക്ക് വേറെ കടങ്ങളൊന്നുമില്ല, അപ്പൊ എനിക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമില്ല, ഐ എം ഇൻ ദി ഗുഡ് പാത്ത് എന്നാണ് അർത്ഥം. അല്ല, അങ്ങനെ ആവണമെന്നില്ല. നമ്മളിപ്പം എനിക്ക് ഇൻകം ഉണ്ട്, ആ ഇൻകം കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്, അങ്ങനെയല്ല. നമ്മൾ ചില ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അതിന് എത്ര കാശ് വേണ്ടി വരും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ഇപ്പം മോളുടെ എഡ്യൂക്കേഷൻ എത്ര കാശ് വേണ്ടി വരും എന്നുള്ളത് നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടോ? ഇപ്പം ഇല്ല. ഇപ്പം നമ്മൾക്ക് ഇപ്പം കറണ്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇത്ര കാശ് വേണ്ടി വരും. ഇപ്പം നനയ്ക്കാതെ സ്വർണ്ണത്തിന്റെ വില അടുത്ത് ഭയങ്കരമായിട്ട് അടുത്ത് കയറിപ്പോയി. അപ്പോൾ കല്യാണം ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് മകളെ കല്യാണത്തിന് വേണ്ടിയിട്ട് കാശൊക്കെ ഒരുക്കി വെച്ച ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം സ്വർണം കൊടുക്കുന്നത് ഇപ്പം ആ ബഡ്ജറ്റ് കംപ്ലീറ്റ് തെറ്റി. അതെ, ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് തെറ്റി കല്യാണത്തിന്റെ കാര്യം. അങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മുൻകൂട്ടി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഇപ്പോഴത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ളത് വിചാരിക്കണ്ട, ഭാവിയിലേക്കും കൂടെ പ്ലാൻ ചെയ്യണം. തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് ടിപ്പിക്കലി ഏത് പ്രായത്തിൽ തുടങ്ങണം? ഞാൻ പറയും ഒരു 35 വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ. അങ്ങനെ 35 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ തുടങ്ങുന്നുണ്ടോ? അല്ല, ഞങ്ങളുടെ ഒരു ക്ലയൻസിന്റെ ഒരു ഏജ് ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 35 വയസ്സിന്റെ 45 വയസ്സിന്റെ ഇടയിലുള്ള ആളുകളാണ് കൂടുതൽ ആൾക്കാരുള്ളത്. ഓക്കെ. പിന്നെ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ആഫ്റ്റർ 45 ഇയേഴ്സ് ആയി കഴിഞ്ഞാൽ, ഇനി ലേറ്റ് ആയി ഓൾറെഡി എങ്കിൽ പോലും ഇപ്പോഴെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഐഡിയലി 45 വയസ്സിന് മുമ്പ് എന്തായാലും ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മൾ റിട്ടയർമെന്റും, കാരണം 35 വയസ്സുള്ള ഒരാളുടെ ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങൾ ചിലപ്പോൾ 1-2 വയസ്സുള്ള കുട്ടികളോ അല്ലെങ്കിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരെയൊക്കെ അത് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഐഡിയലി അപ്പോഴാണ് നല്ലത്. പക്ഷേ എന്ന് കരുതിയിട്ട് 40 വയസ്സായിട്ടും ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിട്ടില്ല, ഇനി ഞാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. നേരം വൈകിയാലും പക്ഷേ നമ്മൾ, കാരണം എന്താ പറയുക, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലുണ്ട്. നമ്മൾ 45 വയസ്സ് 50 വയസ്സോടുകൂടി എല്ലാം തീർന്നു എന്നുള്ള ചിന്തിക്കരുത്, അല്ലേ? 80-90 വയസ്സ് വരെ ഇപ്പോൾ എല്ലാ ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അത്ര കാലം നമ്മളെ ഇൻകത്തിനൊരു സ്ട്രീമിങ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിപ്പോൾ. പോസ്റ്റ് റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് വരുമാനം ഇല്ലെങ്കിലാണ് നമ്മൾ പെട്ടുപോവുക. നമ്മളെ വർക്കിംഗ് ലൈഫിൽ നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. കാരണം അറ്റ്ലീസ്റ്റ് 31-ാം തീയതി ശമ്പളം വരുന്നുണ്ട്. അതെ. ആഫ്റ്റർ റിട്ടയർമെന്റ് എന്ത് സംഭവിക്കും? മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ആഫ്റ്റർ റിട്ടയർമെന്റിൽ ഒരു ഇൻകം ഇല്ല. അപ്പോഴാണ് പിന്നെ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ആൾക്കാർ നമ്മൾ എടുത്തുണ്ടാവണമെന്നില്ല, അല്ലേ? എത്ര വീടുകളിൽ അച്ഛനമ്മമാരെ കൂടുതൽ മക്കളുണ്ട്? അപ്പോൾ അന്നേരം ഇൻകം ഇല്ലെങ്കിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് അപ്പോൾ വൈകിയാൽ പോലും ഈ പോസ്റ്റ് റിട്ടയർഡ് ലൈഫിൽ ഇൻകം ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് ചിന്തിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പം സാർ പറഞ്ഞില്ല, എനിക്ക് 40 വയസ്സായി, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കേണ്ടത്. ഒരു 10 വർഷം അപ്പുറത്തോട്ട് പോയി 50 വയസ്സായി, ഒരു 55 വയസ്സിൽ 56 വയസ്സിലാണ് റിട്ടയർമെന്റ് എന്ന് വിചാരിക്കും. ഇതുവരെ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഒന്നും ചെയ്തിട്ടില്ല, കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല.
അപ്പോഴും നമുക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ് തുടങ്ങാവോ? അല്ല, 55 വയസ്സുള്ള ഒരാൾ ഇതുവരെ അത് ചെയ്യാതിരുന്നത് മണ്ടത്തരാണ്. പക്ഷേ എങ്കിലും ഒരു 6 വർഷത്തോളം, ഇനിയിപ്പോൾ 56 വർഷം വരെ ആണെങ്കിൽ പോലും 56 മുതൽ ഒരു 86 വരെ 30 വർഷം ജീവിതം ബാക്കിയുണ്ട്. റിട്ടയർമെൻറ്റോട് കൂടിയിട്ട് ഇൻകത്തിൻ്റെ ഒരു വരവ് നിന്നുള്ളത് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട. ഇപ്പോൾ പല ആളുകളും ആ പോസ്റ്റ് റിട്ടയർമെൻറ്റ് പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ലേറ്റ് ആയി കഴിഞ്ഞാലും ഇത് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. Better late than never, അല്ലേ? യെസ്. ഈ പലിശ നിരക്ക് കുറയുന്നത്, അതുപോലെ GSTയുടെ വ്യത്യാസം, ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അതുകൊണ്ട് നേട്ടമുണ്ടാവുക? ഇത് രണ്ടും നല്ല ഗുണങ്ങളാണ് തന്നിട്ടുള്ളത്. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പലിശ നിരക്ക് കുറയാന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പലിശ ഇപ്പം ഞാൻ പറയാം, റിപ്പോ റേറ്റ് നേട്ടില്ലേ, അതായത് സെൻട്രൽ ബാങ്ക്, നമ്മളെ റിസർവ് ബാങ്ക് കമേഴ്സ്യൽ ബാങ്ക്സിന് ലെൻഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന സമയത്തുള്ള ചാർജ് ചെയ്യുന്ന റേറ്റാണ് റിപ്പോ റേറ്റ്. 2024 ഡിസംബർ വരെ 6.5% ആയിരുന്നു നമ്മളുടെ ഈ റിപ്പോ റേറ്റ്. അതിപ്പോൾ നമ്മൾ 5.5 വന്നിട്ടുണ്ട്, ക്രമേണ കട്ട് ചെയ്തിട്ട്. അതായത് അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു. ഇറ്റ് മീൻസ് കമേഴ്സ്യൽ ബാങ്ക്സ് RBI കൊടുക്കുന്ന റേറ്റ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ഹൗസിംഗ് ലോൺ, പേഴ്സണൽ ലോൺസ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെഹിക്കിൾ ലോൺസ്, ഇങ്ങനെയുള്ള എല്ലാ ലോണുകളുടെയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയാന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരാൾ 20,000 രൂപ EMI അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് 18,000 ആയി എന്ന് വിചാരിച്ചാൽ 2,000 രൂപ അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യാൻ ദ സെൻസ് അയാൾക്ക് ആ ഔട്ട്ഫ്ലോ ഒന്ന് സേവ് ചെയ്യാൻ പറ്റും, അല്ലേ? അത് വലിയൊരു കാര്യമാണ്. ഇപ്പം GSTയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ? GST ഇപ്പം എന്താ സംഭവിച്ചത്? എസെൻഷ്യൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ എസെൻഷ്യൽ കമ്മോഡിറ്റീസിനെയും GST കുറച്ചു, അല്ലേ? നമ്മൾ ഇത്രയും കാശടച്ച് വാങ്ങിക്കൊണ്ടിരിക്കുന്ന എസെൻഷ്യൽ കമ്മോഡിറ്റീസിനെല്ലാം വില കുറഞ്ഞു. മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, മെഡിസിൻസ് ഇതെല്ലാം താഴെ പോയി, കുറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ നമ്മൾ ഔട്ട്ഫ്ലോ ആണ്. അപ്പം നമ്മൾ പിന്നെ അതേപോലെ തന്നെ ഇപ്പം കാറുകളുടെ, ചെറിയ മോട്ടോർ കാറുകൾ, അതേപോലെ തന്നെ 2 വീലർ, AC, ഇതിൻ്റെയൊക്കെ വില കുറഞ്ഞു. ഇതിനൊക്കെ പൈസ ചിലവായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ലോൺ എടുത്ത്, കാറൊക്കെ അധികം ആൾക്കാർ ഒരു ഇടത്തരം ഫാമിലിയിൽ കാർ ലോൺ എടുത്ത് വാങ്ങുന്ന ആളുകളായിരിക്കും, അല്ലേ? മെജോറിറ്റി അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രൈസ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഔട്ട്ഫ്ലോ കുറയാണ് ശരിക്കും. അപ്പോൾ ഇതിന്നൊക്കെ മിച്ചം വെക്കാവുന്ന പൈസ, വിച്ച് മീൻസ് ഇതുവരെ പോയിക്കൊണ്ടിരുന്ന ചെലവിൻ്റെ ഒരു ഭാഗം കുറഞ്ഞപ്പോൾ ആ കാശ് ഡിസ്പോസിബിൾ ഇൻകായിട്ട് മാറ്റി വയ്ക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20,000 ഹൗസിംഗ് ലോൺ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 2,000 രൂപ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ 2,000 രൂപ കൊണ്ട് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ SIP ഹൗസിംഗ് ലോൺ തീരുന്നത് വരെ കൊണ്ട്, അതായത് 10 വർഷം കൂടി ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ ആ 2,000 രൂപ വെച്ചിട്ട് 10 വർഷത്തേക്ക് ഒരു ഇക്വിറ്റി ഫണ്ടിൽ SIP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു 5 വർഷത്തിന് ശേഷം ഔട്ട്സ്റ്റാൻഡിങ് ഹൗസിംഗ് ലോൺ അടയ്ക്കാനുള്ള ഒരുപാട് കാശ് ഇതിന് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് രണ്ടും തരുന്നൊരു കുഷൻ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ആളുകളെ എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ട് ബാധിക്കും അവരുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ. ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഓഹരി വിപണി എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്തിട്ട് ഈ വർഷം വിചാരിച്ച പോലെ അത്ര പ്രോഫിറ്റബിൾ അല്ലായിരുന്നു എന്നാണ് സാധാരണ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്നത്. അത് ശരിയാണ്? അല്ല, ഒബ്വിയസ്ലി കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് മാർക്കറ്റിൽ ഒരു സ്ലഗിഷ്നെസ് ഉണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി കഴിഞ്ഞ 4-5 വർഷമായിട്ട് തരുന്ന റിട്ടേൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം പ്രധാനപ്പെട്ട 3 മ്യൂച്വൽ ഫണ്ട് വിഭാഗങ്ങളാണ്: ലാർജ് ക്യാപ് ഫണ്ട്, മിഡ് ക്യാപ് ഫണ്ട്, സ്മോൾ ക്യാപ് ഫണ്ട്. ഇതെന്താണെന്നറിയോ? ഈ ലാർജ് ക്യാപ്പ് നമ്മൾ പറയും വലിയ കമ്പനിയാണ്, വലിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതാണ്. ശരിക്കും ഇതിനൊരു ഡെഫിനിഷൻ സെബി പറയുന്നുണ്ട്. 1000 ഷെയർ ഇപ്പം മാർക്കറ്റിലുണ്ട് ഓപ്പൺ ആയിട്ട്. 1000 രൂപയാണ് അല്ലെങ്കിൽ 100 രൂപയാണ് ഷെയർ പ്രൈസ് എങ്കിൽ 1000 × 100 ആണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്. അതായത് ആ കമ്പനിയുടെ സൈസാണ് ഉദ്ദേശം. അത്രയും കോംപ്ലിക്കേഷൻ ആയിട്ട് പോകണ്ട, കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അപ്പൊ ഇന്ത്യയിൽ 6000 കമ്പനി അല്ല 5000 കമ്പനി ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് കമ്പനി ഉണ്ടല്ലോ, അതായത് ഈ സൈസുള്ള ഏറ്റവും ഒരുപാട് ലക്ഷക്കണക്കിന് ഷെയർസ്, ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഉണ്ടാവും. ഷെയർ പ്രൈസ് ഭയങ്കരമായിരിക്കും. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ടോപ്പ് ലിസ്റ്റഡ് ആയിട്ടുള്ള ആ കമ്പനികൾ. അപ്പൊ അതില് അങ്ങനെ ഇതിന് എല്ലാ കമ്പനികളുടെയും ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിന് കറണ്ട് മാർക്കറ്റ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാണും. അത് തന്നെ ടോപ്പ് 100 ഉണ്ടല്ലോ, ആദ്യത്തെ 100, അതായത് റാങ്കിൽ ഏറ്റവും വലിയ കമ്പനിയാണ്. നമ്മൾ ഈ പറഞ്ഞ വലിയ റിലയൻസ്, ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അങ്ങനെയൊക്കെയല്ലേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആ ആദ്യത്തെ 100 കമ്പനികളെയാണ് നമ്മൾ ലാർജ് ക്യാപ് കമ്പനി എന്ന് സെബി പറയുന്നത്. ആ കമ്പനികളുടെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന
മെജോറിറ്റിയും ആ കമ്പനികളുടെ സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. 101 മുതൽ 250 വരെയുള്ള റാങ്ക് ഉണ്ടല്ലോ, അവരും വലിയ കമ്പനിയാണ്. ഇതെന്ന് പറഞ്ഞാൽ സൈസ് ഭയങ്കരമായിരിക്കും. മനസ്സിലായില്ലേ? അതിനെ ചെറുതായിട്ട് കാണണ്ട. അതാണ് മിഡ് ക്യാപ്പ് കമ്പനി. 251 മുതൽ താഴെല്ലാം സ്മോൾ ക്യാപ്പാണ്. ഇപ്പോൾ സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ മാത്രമേ സെലക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ലാർജ്, മിഡ്, സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ മഞ്ജു ചോദിച്ചത് മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസിലേക്കാണ്. അതെ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ലാർജ് ക്യാപ്പ് ഫണ്ട് 5% റിട്ടേൺ കൊടുത്തത്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് വൺ ഇയറിൽ. ഓക്കെ, അല്ലല്ല, ഇപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം വരെ, ഇപ്പം ജസ്റ്റ് കഴിഞ്ഞ ഒരു വർഷം ലാസ്റ്റ് ഇപ്പം നമ്മൾ ഇരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയറിൽ 1 ഇയർ. ഓക്കെ, 2024-2025. അതെ. അപ്പം 5% ആണ് റിട്ടേൺസ്. മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് 4% റിട്ടേൺ ഈ വർഷം കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഈ വർഷം 4% കൊടുത്തിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ 5 വർഷം 25% കൊടുത്തിട്ടുണ്ട്. ഇനി സ്മോൾ ക്യാപ്പിൻ്റെയാണ് ഏറ്റവും രസം. സ്മോൾ ക്യാപ്പ് നെഗറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തത് ഈ വർഷം -1 ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 5 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 28% ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു വർഷം മഞ്ജുവിൻ്റെ ഫൈൻഡിങ്സ് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് കറക്റ്റാണ്. മ്യൂച്വൽ ഫണ്ടിലെ റിട്ടേൺ അത്ര അട്രാക്റ്റീവ് ആയിരുന്നില്ല. പക്ഷേ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് മ്യൂച്വൽ ഫണ്ട് ഈസ് സ്റ്റിൽ അട്രാക്റ്റീവ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. മനസ്സിലായല്ലോ? അപ്പോൾ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് എപ്പോഴും നമുക്ക് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ലോങ് ടൈം ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് ക്ലാസ് എപ്പോഴും മ്യൂച്വൽ ഫണ്ടാണ്. കാരണം ഈ ഒരു വർഷത്തെ റിട്ടേൺ അല്ലല്ലോ, നമ്മളൊരു വർഷത്തേക്കല്ലല്ലോ റിട്ടേൺ, നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള പ്ലാൻ. പിന്നെ അതാണ് അതിൻ്റെ പിന്നെ എങ്കിലും ഈ പറഞ്ഞ പോലെ റിട്ടേൺ കുറവാണെന്ന്, ഈ വർഷത്തെ റിട്ടേൺ കുറവാണെന്ന് പറഞ്ഞാൽ പോലും മ്യൂച്വൽ ഫണ്ടിൻ്റെ മാർക്കറ്റ് സൈസ് ഭയങ്കരമാണ്. ഇന്ത്യൻ മാർക്കറ്റ് 75 ലക്ഷം കോടിയാണ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിന്റെ സൈസ്. അറിയോ? 75 ലക്ഷം അല്ല, 75 ലക്ഷം കോടി. എത്ര പൂജ്യം ഉണ്ടെന്ന് പോലും അറിയില്ല അല്ലേ? സാറിനറിയോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എഴുതി നോക്കണ്ടേ ഇപ്പത്തേക്ക് യാതൊരു എന്തായാലും സൈസ് 70 ലക്ഷം കോടി എന്നുള്ളൊരു ഫിഗർ ഒന്ന് ഓർത്താൽ മതി. പക്ഷെ അതിൽ തന്നെ ഞാൻ പറയാം, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 8 ലക്ഷം കോടിയുടെ അടുത്ത് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയും മോശമായിട്ട് പോലും വന്നുകൊണ്ടിരിക്കുക. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. 29,360 കോടി രൂപയാണ് എല്ലാ മാസവും SIP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കും. അതായത് ഇപ്പം മഞ്ജുവിനെ പോലെ എന്നെ പോലെ ലക്ഷക്കണക്കിന് വരുന്ന SIP ഇൻവെസ്റ്റേഴ്സ് മാസം കൊടുക്കുന്ന 29,361 കോടിയാണ് ദ ഹയസ്റ്റ് എവർ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പോപ്പുലാരിറ്റിക്ക് ഒരു ഇടിവും തന്നിട്ടുണ്ട്. കാരണം ഇത് നമ്മളിപ്പം റിട്ടേൺ കൊടുക്കുന്നത് വേറെ കുറെ ഫാക്ടേഴ്സിന്റെ മേലെയായിരിക്കും. സ്റ്റോക്ക് പ്രൈസ് കുറയും കൂടുകയൊക്കെ ചെയ്തത്. പക്ഷേ ഈ ഒരു അസറ്റ് ക്ലാസ് എന്നുള്ള നിലയ്ക്ക് ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് നിന്ന് ആളുകൾ മാറിയിട്ട് ഇങ്ങനെയുള്ളതിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സൊക്കെ ആരപ്പോൾ ബാങ്കിൽ നമ്മൾ ബാങ്കിൽ 6% FDക്ക് ഇൻട്രസ്റ്റ് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ 5% ഇൻഫ്ലേഷൻ്റെ റിയൽ റിട്ടേൺ 1%. കാര്യമില്ല. ഈവൻ 5, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 വർഷത്തെ ഫിഗർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ലാർജ് ക്യാപ്പ് 21% പറഞ്ഞത്, സ്മോൾ ക്യാപ്പ് 28% റിട്ടേൺ കൊടുത്തു. അതായത് ഒരു യങ്സ്റ്റേഴ്സ് റിസ്ക് എടുത്ത് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്, ഒരു സെഗ്മെന്റ് ആണ് മറ്റേത് സ്മോൾ ക്യാപ്പ്. ആ ആൾക്ക് 5 വർഷത്തിൽ 28% റിട്ടേൺ കൊടുത്തിട്ടുണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ട് ഇന്ത്യയിൽ. പിന്നെ എന്തിനാ ഇവൻ 6%? അതാണ് ചോദ്യം. ഇപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് SIP-യിലേക്ക് ഒരു എമൗണ്ട് എന്നുള്ളത് അത് ആളുകൾ ഫിക്സ്ഡ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു 20s അല്ലെങ്കിൽ ഏർലി 20s ജോലി ചെയ്ത് തുടങ്ങുന്ന എല്ലാവരും നമുക്കൊരു SIP തുടങ്ങാം എന്ന് പറയും. അതിന്റെ കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്ന ഒരു സാധനമാണ് മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യണം. അതൊരു ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ്. ഈ പറഞ്ഞ പോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്. അതിലും പറയുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഈ 3 എണ്ണത്തിലായിട്ട് ഡിവൈഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം, ഒന്നിൽ മാത്രമായിട്ട് ചെയ്യരുത് എന്ന് പറയും. അങ്ങനെയാണ് ഇവർ പറയുന്നത്. അതായത് 5,000 രൂപയാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്ത് 3 എണ്ണത്തിലായിട്ട് ചെയ്യണം. അതാണ് ബ്രില്യന്റ് ഓപ്ഷൻ. ഇസ് ദാറ്റ് സോ? അല്ല, ഈ 3 ഇതൊരു കാറ്റഗറി മാത്രമാണ് ഈ 3 എണ്ണം. ഓക്കെ, ഇനി ഇതിന് ലാർജ്, മിഡ്, സ്മോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയാനുള്ളത് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള 3 കാറ്റഗറി അങ്ങനെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ കൂടി കോമ്പിനേഷൻ വേറുണ്ട്. ഇപ്പൊ ലാർജും മിഡിലും
മീഡിയത്തിലും സ്മോൾ ഇടുന്നതിന് പകരം ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്, മൾട്ടി ക്യാപ്പ് ഉണ്ട്. മൾട്ടി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3 ക്യാപ്പിലും പോകും. ഓക്കെ, ഇപ്പം രണ്ട് തരത്തിൽ, അത് ഇതിന്റെ കോമ്പിനേഷൻ ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്, മൾട്ടി ക്യാപ്പ് ഉണ്ട്. മൾട്ടി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ സെഗ്മെന്റിൽ 25% മിനിമം ഉണ്ടാവും. ലാർജ് ക്യാപ്പിൽ ഉണ്ട്. ഇപ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 25% എവിടെ പോകും? ലാർജിൽ പോകും. മിനിമം 25% മിഡിൽ പോകും, 25% സ്മോളിൽ പോകും. മിനിമാണ്. ബാക്കിയുള്ള അങ്ങനെയാണ് പോകുന്നത്. ഫ്ലെക്സി ക്യാപ്പ് ആണെങ്കിൽ എന്താ സംഭവം എന്നറിയോ? ഏത് ക്യാപ്പിൽ മിനിമം ഒന്നുമില്ല. അതായത് ഈ സ്റ്റോക്സിലേക്ക് തന്നെയാണ് പോകുന്നത്. ഫണ്ട് മാനേജർക്ക് എന്തുണ്ട്? ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അയാൾക്ക് ഒരു ക്യാപ്പ് തന്നെ ഉൾക്കൊള്ളണം എന്നില്ല. ഏത് ക്യാപ്പിലേക്ക് വേണമെങ്കിലും മാറാൻ പറ്റും. അപ്പം നേരത്തെ മഞ്ജു ചോദിച്ച പോലെ ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറി എടുക്കുന്നതിന് പകരം ഈ 2 കാറ്റഗറിയിലും ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അസറ്റ് അലോക്കേഷൻ എന്നുള്ളൊരു നിലയ്ക്ക്, മ്യൂച്വൽ ഫണ്ടിന് അകത്തുള്ളൊരു അലോക്കേഷൻ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ലാർജിൽ കുറച്ച് മിഡിൽ റിലേറ്റീവ്ലി റിസ്ക് എടുക്കാൻ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ വലിയൊരു താല്പര്യം കാണിക്കാത്ത ആളുകൾ ലാർജ് ക്യാപ്പ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ കമ്പനികളുടെ സ്റ്റോക്സ് അതിന് വല്ലാതെ ഇപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളിലൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നില്ലല്ലോ. ടോപ്പ് കമ്പനി കമ്പാരിറ്റീവ്ലി സേഫാണ്. സ്മോൾ ക്യാപ്പ് ആണ് എന്താണ് റിലേറ്റീവ് റിസ്ക് കൂടുതലാണ്, പക്ഷേ റിട്ടേൺസ് റിലേറ്റീവ്ലി കൂടുതലാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപം വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി വായിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ്.